ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഈസ്റ്റർ ദിനാശംസകൾ. ഇന്നെനിക്ക് ഏറെ പ്രിയപ്പെട്ടതും ഒപ്പം കൗതുകമുണർത്തതുമായ ദിവസമാണ്. കാരണം ഇന്ന് ഞാൻ പോകുന്നത് ഞാൻ ഏറെ നാളായി കാണാൻ കാത്തിരുന്ന രണ്ട് വ്യക്തികളെ കാണാൻ വേണ്ടിയാണ്. ആരായിരിക്കും അവർ? അതൊരു സസ്പെൻസ് ആയിരിക്കട്ടെ. എന്നാൽ നമുക്ക് ഇടുക്കിയിലുള്ളവരെ കാണാൻ പോയാലോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരട്ടിയാറിലുള്ള പൗവത്ത് വീട്ടിലാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ വിശിഷ്ട വ്യക്തികളുള്ളത്. എന്നാൽ നമുക്കകത്തേക്ക് പോകാം. ചാച്ച, അമ്മച്ചി, ഞങ്ങൾ ചാച്ചനെ അമ്മച്ചിനെയും കാണാനേ ഗുഡ്നസ് ടിവിന്ന് വന്നിരിക്കുക. എന്നാ ഉണ്ട്? സുഖമാണോ? സുഖമാണോ? സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കുക. ഇന്നെന്താ വല്ല വിശേഷം ഉണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ. എന്റെ പിറന്നാളാ. പിറന്നാളാ? ആഹാ. എത്ര വയസ്സായി? 100 വയസ്സായി. 100 വയസ്സായാ? ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇന്ന് നമ്മുടെ അമ്മച്ചിയുടെ 100ാമത്തെ ജന്മദിനം ഉണ്ടാ. എൻ്റെ കൂടെയുള്ളത് പാപ്പച്ചൻ ചാച്ചനും ക്ലാര അമ്മച്ചിയുമാണ്. നമുക്കൊരു ഈസ്റ്റർ വിശേഷങ്ങൾ ചോദിച്ചാലോ? അതിനു മുമ്പ് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയില്ലേ, ആഴ്ചകൾക്ക് മുമ്പ് തങ്ങളുടെ 84ാം വിവാഹ വാർഷികം ആഘോഷിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടുകയുണ്ടായി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ കിട്ടിയില്ലേ? കിട്ടി. മക്കളും കൊച്ചുമക്കളൊക്കെ എങ്ങനെയാണ്? വിവാഹ വാർഷികത്തിന് എത്തിയായിരുന്നോ? വന്നായിരുന്നു. നല്ല ആഘോഷമായിട്ടൊക്കെ ചെയ്തോ? ചെയ്തു. നല്ല ആഘോഷമായിരുന്നു. നല്ല സന്തോഷമായിരുന്നു. സന്തോഷമായിരുന്നു. ഇവിടെ ഇടുക്കിക്ക് വന്നിട്ട് എത്ര നാളായി? 50 വർഷം കഴിഞ്ഞു. 50 വർഷം. 55 കഴിഞ്ഞു കാണും. ഏത് വർഷമായിരുന്നു കല്യാണം? ഏത് വർഷം? ഇപ്പൊ ഓർമ്മയില്ല. ഓർമ്മയില്ല. അന്ന് അങ്ങനത്തെ ഒരു ഓർമ്മയൊന്നും ഇല്ല. അങ്ങനെ ഓർത്തോണ്ടിരിക്കുകയില്ല. അതൊക്കെ അങ്ങ് മറന്നുപോയി. ആദ്യമായിട്ട് ചാച്ചൻ എവിടെ വെച്ചാ കണ്ടാ രണ്ടുപേരും? കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നേ പിന്നെയാ. അന്ന് പെണ്ണ് കാണലൊക്കെ ഉണ്ടായിരുന്നോ? ആ പെണ്ണ് കാണാനാ ചാച്ചനെ വന്ന് കണ്ടേച്ചു പോയി. കണ്ടപ്പോ തന്നെ ഇഷ്ടമായി? ആ ഇഷ്ടമായി. ഇഷ്ടമായി. ആ കാരണന്മാര് പോയി കാണുന്നു, പെണ്ണെ കാണുന്നു, അവരെ ഓർപ്പിക്കുന്നു. ഞങ്ങൾ ഒത്തിരി കല്യാണത്തിനാണ് പോയി കാണുന്നു, കല്യാണം വെക്കുന്നു, കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിട്ട് പോയിരുന്നു. അത് പഴയ അതിനകത്ത് പ്രത്യേകമൊന്നുമില്ല. ഞങ്ങൾ പ്രത്യേകം ആരെയും പോയി തേടി കണ്ടില്ല. കാരണന്മാരെ കാണുന്നത് അവരെ കണ്ടിട്ട് ചേരാവുന്ന ബന്ധുക്കാരാണെങ്കിൽ വീട്ടുകാരേക്ക് അന്വേഷിച്ചിട്ട് ചേർക്കും, അല്ലെങ്കിൽ പെണ്ണ് നോക്കും. അവരാ വെക്കുന്നത് കാരണന്മാർ. അത് കഴിഞ്ഞ് നാട്ടിൻപുറത്തുനിന്ന് കൃഷിക്കായിട്ട്
പോരാനായിട്ട് സ്ഥലമുണ്ട്, ഇവിടെ വന്നത് കേട്ടു. അപ്പോൾ ഞാനിങ്ങനെ പോന്നു. എന്നിട്ടിപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ കാട്ടുകൂടങ്ങൾ ശല്യങ്ങളൊക്കെ തീർന്നപ്പോൾ ഇവർ എല്ലാവരും കൊണ്ടുവന്നു. ഇവിടെ ഇടുക്കിയിൽ എന്തൊക്കെയാണ് പരിപാടി വന്നിട്ട്? കൃഷിയൊക്കെയാണോ? കൃഷിയാ. കൃഷി എന്തായിരുന്നു ആദ്യമായിട്ട് കൃഷി ചെയ്തത്? കൃഷി ചെയ്തത് നെല്ലും കപ്പയും. നെല്ലും കപ്പയും. അത് കഴിഞ്ഞ് കൊടിയിട്ടു. ആ. പിന്നെ കാപ്പി, പൊടി, ഇങ്ങനെയൊക്കെ തെങ്ങ്, ഇങ്ങനെയൊക്കെ ഓരോന്നും പുറകെ ചെയ്തു. അപ്പച്ചനും അമ്മച്ചിക്ക് എത്ര മക്കളാ ഉള്ളത്? എല്ലാവരും 3 പെണ്ണും എല്ലാവരും ഇന്നുണ്ട്. 84 വർഷമായിട്ട് ചാച്ചനും അമ്മച്ചും ഒരുമിച്ചാണല്ലോ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈസ്റ്റർ ഒക്കെ? രാവിലെ പോക്ക്. ഇവിടെ വന്നേ പിന്നെ പകലേ പോയിട്ടുള്ളൂ, രാത്രി പോകുന്നില്ല. പാതിരാ കുർബാനക്കൊക്കെ പോയിട്ടുണ്ടോ? രണ്ടുപേരും കൂടി പോകും. ചാച്ചൻ തന്നെ രാത്രി പോവും, പകൽ നേരം വെളുത്ത് ഞാനും പോവും. അമ്മച്ചി രാത്രി പോകൂല, പിള്ളേരൊക്കെ ആയിട്ട് രാവിലെ പോകുള്ളൂ. പിള്ളേര് അറിവുള്ള പിള്ളേരൊക്കെ രാത്രി ചാച്ചന്റെ കൂടെ പോകും. മതപരമായ കാര്യങ്ങളിൽ ഒരു വീഴ്ച വരുത്തിയിട്ടില്ല. തോന്നുന്നാലും ചെറുപ്പം മുതൽ 7 വയസ്സായപ്പം അധ്യാപനം കഴിഞ്ഞു തീർത്തു. അതുപോലെ ഇതുവരെ ഒന്നും മുടക്കാതെ പോയി വന്നു. ഈസ്റ്ററിന് എന്തൊക്കെ വെക്കുമായിരുന്നു അന്നത്തെ കാലത്ത്? കപ്പയും മീനും മിക്കവാറും രാവിലെ. രാവിലെയും വൈകിട്ട് 4 മണിക്കും ഉണ്ട് കപ്പ. എല്ലാവർക്കും വയറ് നിറയെ കപ്പയും കറിയും. ഈസ്റ്ററിന് അമ്പലവയമ്പ് വീടുമ്പോഴേ കറിയും. ഇന്നലെ വരെയും പലകാരം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇന്നും ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞ് ഞായറാഴ്ച അന്നും ഉണ്ടാക്കുകയില്ല. ക്രിസ്മസിന് അപ്പം ചൂടും. അവർ അപ്പം ചുടിയതേ ഉള്ളൂ. വന്നവരും വിരുന്നുകാരി വരികയാണെങ്കിൽ അവർക്ക് അട ചുട്ടു കൊടുക്കും, കോഴിക്കോട്ട പുഴുങ്ങി കൊടുക്കും. ഇതൊക്കെ ഉള്ളൂ. പലകാരമൊന്നും വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കും. അമ്മച്ചി ഉണ്ടാക്കും. ഏത് ഭക്ഷണമാണ് അമ്മച്ചി ഉണ്ടാക്കണ കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പച്ചന്? പലകാരമൊന്നും ഇഷ്ടമില്ല, ഇപ്പോഴും ഇല്ല. കപ്പ വേണം. കപ്പ. പണ്ടത്തെ ഓശാന ഞായർ ആഘോഷമൊക്കെ എങ്ങനെയായിരുന്നു? അമ്മച്ചി എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോവും, ഓല മേടിക്കും. മേടിച്ച് കുർബാനയൊക്കെ കണ്ട് ഓലയും മേടിച്ചോണ്ടിഞ്ഞ് പോരും വീട്ടിലോട്ട്. അമ്മച്ചിയുടെ വീട് എവിടെയായിരുന്നു? എന്റെ വീട് പൊന്നികുന്നത്തായിരുന്നു. അപ്പൊ രാവിലെ പോയി ഓലയൊക്കെ മേടിച്ചിട്ടൊക്കെ വരും. രാവിലെ അമ്മയും കാരണന്മാര് പോകും, പിന്നെ ഉച്ചയ്ക്കാ ഞങ്ങളൊക്കെ പോണത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഓശാന ഞായറാഴ്ച ഇല്ലേ, അതൊരുമിച്ചാണോ പോയത് രണ്ടുപേരും കൂടി? ഒരിക്കും ഒരിടത്ത് ഒരുമിച്ച് പോയിട്ടില്ല. പിന്നെ എന്നെ വീട്ടിലോട്ട് പറഞ്ഞ് അവധിക്ക് ഞാൻ ചെന്നില്ലെങ്കിൽ വീട്ടിൽ വരും ചാച്ചന്. വീട്ടിൽ വന്ന് എന്നെയും കൊണ്ട് അങ്ങ് പോകും. അങ്ങനെ അല്ലാതെ വേറെ ഒരിടത്തും ഞാൻ പോയിട്ടില്ല. പള്ളിയിലൊക്കെ ഒരുമിച്ചല്ലേ പോണ? അല്ല, ആരും ഉച്ചയ്ക്കോ രാവിലെ എപ്പോഴും ഒരുങ്ങി പോവും. ഞാനും അതുപോലെ. ഞാനും ഉച്ചയ്ക്കായിരുന്നു പോകുന്നത്. രാവിലെ കാപ്പി ഉണ്ടാക്കണം. പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഞ്ഞിയും ചീരിട്ടൊക്കെ അങ്ങ് പോകും. പെസഹ വ്യാഴാഴ്ച ഇല്ലേ, അപ്പമൊക്കെ ഉണ്ടാക്കൂലേ? അപ്പമൊക്കെ ഉണ്ടാക്കും. അത് പുഴുങ്ങുമായിരുന്നോ അല്ലെങ്കിൽ ചുട്ടെടുക്കുമായിരുന്നോ? പുഴുങ്ങുമായിരുന്നു. എന്നിട്ട് എല്ലാരും കൂടി ഇരുന്ന് പള്ളി പോയിട്ടൊക്കെ വന്നിട്ടാണോ മുറിക്കണത്? വൈകിട്ട് എല്ലാരും കൂടെ വന്നിട്ട് കാരണന്മാര് മുറിച്ച് എല്ലാവർക്കും കൊടുക്കും. പാലും എടുത്തു കൊടുക്കും. ഈ അപ്പവും തരും. ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെയായിരുന്നു? ഇവിടെ വന്നിട്ടും അങ്ങനെയായിരുന്നു. അന്നേരം ചാച്ചൻ മുറിക്കും. ചാച്ചൻ മുറിച്ച് എല്ലാവർക്കും തരും. വീട്ടിൽ വെച്ചാണ് ഞങ്ങളുടെ ചാച്ചൻ മുറിക്കും. എന്നാലും ഞങ്ങൾ വേറെ പോയിട്ടും ചാച്ചനാണ് മുറിക്കുന്നത്.
ചാച്ച മുറിച്ച് എല്ലാവർക്കും എല്ലാവർക്കും മുക്കി കൊടുക്കും. തരും. ചാച്ചന്റെ അനിയന് ഇവര് രണ്ടുപേരെ ആണുങ്ങളുള്ളൂ. ആ അനിയന് ആ അവിടെ ആദ്യം മുറിക്കും, പിന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇവിടെയും മുറിക്കും. എല്ലാവരും കൂടി എല്ലാരും കൂടെ വരും. അങ്ങനെ പെസഹ വ്യാഴാഴ്ച അങ്ങനെ ആഘോഷിക്കും അല്ലേ? ആ ദുഃഖ വെള്ളിയാഴ്ചയില്ലേ പുത്തൻ വായന വായിക്കുമായിരുന്നോ അമ്മച്ചി? പുത്തമ്പായനെ വായിക്കാല വേദപുസ്തകമൊക്കെ എടുത്ത് വായിക്കും. ഏത് പുസ്തകമൊക്കെ എടുത്ത് വായിക്കും? പാനവായനയൊക്കെ പള്ളിയിലും ഒക്കെ ഉള്ളൂ. എല്ലാരും കൂടെ പോയിരുന്ന് വായിക്കും. അത് ഞങ്ങളാരും പോയിട്ടില്ല. അമ്മച്ചി കുട്ടിയായിരുന്ന സമയത്തില്ലേ ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ വരുമ്പോ ചാച്ചനൊക്കെ പറയൂലേ ഇങ്ങനെ പത്രം ഒന്നും വായിക്കരുത്, ബഹളമൊന്നും ഉണ്ടാക്കരുത്, അതേപോലെയൊക്കെ തന്നെ അനുസരിച്ച് നിക്കുവായിരുന്ന കുഞ്ഞിലെ? നിൽക്കുവായിരുന്നു. ഒന്ന് ഉറക്കെ ഒന്ന് വർത്താനം പറയുകയോ ഒന്ന് ചിരിക്കുകയോ ചെയ്ത് കാക്കാമെങ്കിൽ അപ്പന് ഓടി വന്ന് ഞങ്ങളെ വഴക്ക് പറയും. അപ്പൊ ബഹളമൊന്നും ഉണ്ടാക്കൂല, മിണ്ടാണ്ട് പ്രാർത്ഥനയൊക്കെ കേട്ട് നിക്കും ആ സമയത്ത്? പുസ്തകം എടുത്ത് വായിക്കാൻ പറയും. വേദപുസ്തകം എടുത്ത് വായിക്കാൻ? വേദപുസ്തകം എടുത്ത് വായിക്കാൻ പറയും. വിളക്ക് പോലും കത്തിക്കല്ല സന്ധ്യക്ക്. വിളക്കും കത്തിക്കില്ല? ഇരുട്ടത്ത് ഇരുന്നോണ്ടാ പ്രാർത്ഥനയൊക്കെ ചെന്നി വെച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കാൻ നേരത്തെ വിളക്കൊന്ന് കത്തിക്കും. ഒന്നും എല്ലാരും കൂടെ പെട്ടെന്ന് കഴിച്ചു വിളക്ക് ഊതി. ഉപവാസമൊക്കെ എടുക്കുവായിരുന്നു ദുഃഖ വെള്ളിയാഴ്ച? എന്റെ അപ്പനാണെങ്കിലേ എന്നാ ശനിയാഴ്ചയും ഒരു നേരമാ, ഒരു നേരം ഭക്ഷണം കഴിക്കുള്ളൂ. അമ്പലവയമ്പിലെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും 2 ദിവസം അടുപ്പിച്ച് ഒരു നേരം നോക്കും. അമ്മച്ചി എടുക്കുവായിരുന്ന കുഞ്ഞിലെ നോമ്പൊക്കെ? അന്നേരമൊക്കെ ഞങ്ങൾ ഒരു നേരമൊക്കെ എടുക്കുമായിരുന്നു. നോയമ്പ് പിടിക്കുമ്പം വെള്ളിയാഴ്ച മാത്രം എല്ലാരും നോയമ്പ് എടുക്കണമെന്ന് പറയും. അന്ന് ഇറച്ചിയും മീനും വീട്ടിൽ മേടിക്കല്ല, മേടിച്ചോണ്ട് വരികയല്ല, മേടിക്കല്ല. 50 നോമ്പൊക്കെ എടുത്തിട്ടുണ്ടാ? അമ്പലവയമ്പിനും അങ്ങനെയാ. വീട്ടിലൊന്നും ഇറച്ചിയും മീനും വീട്ടിൽ മേടിക്കല്ല. അന്നങ്ങും പച്ചക്കറി, പച്ചക്കറിയോ ചമ്മന്തിയോ അങ്ങനെ വന്നുമൊക്കെ അങ്ങനെയൊക്കെ. പിന്നെ മാങ്ങ അച്ചാറിട്ട് വെച്ചേക്കും. അന്നത്തെ പ്രത്യേകമായിട്ട് മാങ്ങാച്ചാർ ഉണ്ടെങ്കിൽ ഇട്ട് വെച്ചേക്കും. അത് കൂട്ടും. കപ്പയ്ക്കും പിന്നെ പച്ചക്കറികളൊക്കെ വെക്കും. കയ്പുള്ള പാവയ്ക്ക പിള്ളേർക്ക് വേണ്ടാന്ന് പാവയ്ക്ക കൂട്ടി വെച്ച പിള്ളേരോട് പറയും ഈ പാവയ്ക്ക വേണം ഇപ്പം കൂട്ടാന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അന്ന ഇപ്പം തിന്നണ്ടില്ല എന്നൊക്കെ പറയായിരുന്നു ഞങ്ങൾ. കയ്പ് നീരൊക്കെ കുടിക്കും ദുഃഖ വെള്ളിയാഴ്ച? ദുഃഖ വെള്ളിയാഴ്ച. അന്ന് കുരിശുമല കയറ്റമൊക്കെ ഉണ്ടായിരുന്ന അമ്മച്ചിക്ക്? ചുരുക്കമാ. അന്നടുത്തോ വന്നപ്പോഴും ഒക്കെ ഉള്ളു. എന്നാ പള്ളിയിലും ഒന്നും ഇല്ലായിരുന്നു. കുഞ്ഞിലെ പോയതായിട്ടൊന്നും ഓർമ്മയില്ല. കുഞ്ഞിലെ അങ്ങനെ കുരിശുമല കയറ്റത്തിനൊന്നും പോയിട്ടില്ല? കുരിശുമലയ്ക്ക് പോയിട്ടില്ല. ഇച്ചിരി കുറച്ച് കഴിഞ്ഞേ പോയിട്ടുള്ളൂ. ചെറുപ്പത്തിലെങ്ങും പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷം ഇല്ലേ അപ്പച്ചനായിട്ടൊക്കെ കുരിശുമല കയറ്റം ഉണ്ടായിരുന്ന? കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ പോയില്ലെങ്കിൽ ചാച്ചൻ പോവും. അമ്മച്ചി പോവൂല? ഞാൻ ചിലപ്പോ എല്ലാ കാട്ടിലൊന്നും പോകുകയല്ല, എനിക്ക് പോകാൻ ഒക്കെയല്ല. മക്കളൊക്കെ പിള്ളേരെയൊക്കെ പറഞ്ഞു വിടുക. സ്കൂളില്ലാത്ത ആളെന്ന് എല്ലാം പള്ളിക്ക് പോക്കണം. ചാച്ചൻ വിളിച്ച് ഏൽപ്പിച്ച് പിള്ളേരെയൊക്കെ വഴക്കം പറഞ്ഞ് പള്ളിക്ക് പോയെന്നും പറഞ്ഞ് നേരം വിളക്കുന്നതിന് മുമ്പേ വിളിച്ച് ഏൽപ്പിച്ച് പള്ളിക്ക് വിടുമായിരുന്നു. എല്ലാരും വീട്ടിന് പോകും, ഞാൻ മാത്രം പോവുകയല്ല. എന്നെ വീട്ടിലിരുത്തേക്ക് പോകും. ചാച്ചനും പോവും, അമ്മയും അനിയനും നാത്തുമാരും ഒക്കെ പോകും. എല്ലാരും പോവും, എന്നെ മാത്രം വീട്ടിൽ പോയി. ഇവിടെ വന്നേ പിന്നെ സ്കൂളിലേക്ക് ഒന്നേ പോയുള്ളൂ. മലയാറ്റൂര് പോയി. ഇരിക്കുളത്തായിരുന്നപ്പം അവിടെ കുശിലുണ്ട്. സ്കൂളുകാർ ചോറും ഇരിക്കുളം പള്ളിക്ക് ഒരു കുശിലുണ്ട്. അവിടെ പോവായിരുന്നു. ആ പൂതന്റെ കുശി ഇവിടെ ഇപ്പോഴും ഇരിക്കുള്ളൂ. അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ഞങ്ങൾ എല്ലാരും ഒന്നുപോലെ അങ്ങ് കഴിക്കും, ഒരേപോലെ കഴിക്കും. എല്ലാ ഭക്ഷണവും ഒരു പ്രത്യേകം ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. വന്ന സമയത്ത് വന്യജീവി ശല്യങ്ങളൊക്കെ ഉണ്ടായാ ഭയങ്കരമായിട്ട്? പോകുന്ന വഴി കാട്ടാന ശല്യം ഉണ്ടായി. ഞാനിവിടെ വരുമ്പം ഇവിടെ കാട്ടാനുണ്ട്, പിന്നെ കാട്ട് ഒന്നുകൾ മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മാത്രമേ വന്നുള്ളൂ. എൻ്റെ കൂടെ ഞങ്ങൾ അയൽക്കാർ 2-3 പേര്, ആണുങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. പെണ്ണുങ്ങളാരുമില്ല. പെണ്ണുങ്ങളാരെ കൊണ്ടുവന്നില്ല, പിള്ളേരെ കൊണ്ടുവന്നില്ല. ഞങ്ങളിവിടെ വന്ന് ഉറവ് വെട്ടി കാട് വെട്ടി തെളിച്ചു
ഇല്ലിയുടെ മണ്ടയിൽ ഒരു വില വെച്ചു. ഇല്ലിയുടെ മണ്ടയിൽ വില വെച്ചിട്ട് അതിനകത്ത് ഈ ഇല്ലിയെ മണ്ട വെട്ടി ഏറുമാടം പോലെയാണോ? മണ്ണെടുത്തുകൊണ്ട് ഏറുമാടം പോലെ ഏറുമാടം ഏറുമാടം ഉണ്ടാക്കി. ആ വിലക്കകത്ത് അത് കുത്തിപ്പൊട്ടിച്ച് വലയാക്കും. വലയാക്കിയിട്ട് അത് നേരത്ത് ഇല്ലിയുടെ മണ്ട വെട്ടിയിട്ട് അത് നേരത്ത് വല പോലെ നേരത്ത് വെക്കും. അതിൻ്റെ പുറത്ത് മണ്ണെടുത്ത് വെച്ചിട്ട് അടുപ്പ് കൂട്ടി തീ എടുക്കും. കഞ്ഞിയും കഴിയുക മരത്തിന് ഇല്ലിയുടെ മണ്ടയിൽ വെക്കും. മരത്തിന് മണ്ടയിൽ ഇല്ലിയുടെ മണ്ടയിലേക്ക് കയറ്റാം. അങ്ങനെ കിടക്കുന്നത്. രണ്ടുപേരും കൂടിയേ വഴക്കും വല്ലതും പിടിക്കാറുണ്ടായിരുന്നു? 54 വർഷവും ഇല്ലേ? ഒരു വഴക്കൊന്നും പിടിച്ചിട്ടില്ല. ഒരു വഴക്കും പിടിച്ചിട്ടില്ല. ഇല്ല. നല്ല സ്നേഹത്തോടെ തന്നെയാണ് പോകുന്നത്. ഉമ്മായി പറഞ്ഞു ചാച്ചൻ പറഞ്ഞ ദേഷ്യമെന്ന് കാണുമ്പോൾ ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോവുകയല്ല ചാച്ചനോട്. അരിച്ചോന്ന് കാണുമ്പോൾ അരിച്ചപ്പെടാനുള്ളതൊന്നും ഞാൻ കാണിക്കുകയില്ല, പറയുകയില്ല. ചാച്ചൻ ദേഷ്യപ്പെടൂല. അതുകൊണ്ട് പിന്നെ വഴക്കൊന്നും ഉണ്ടാവുകയില്ല. പണ്ടമ്മച്ചി വട്ടയപ്പൊക്കെ ഉണ്ടാക്കുമായിരുന്നില്ലേ? അത് ഈസ്റ്ററിനായിരുന്നോ പെസഹ വ്യാഴാഴ്ചയായിരുന്നോ? വട്ടയപ്പൊക്കെ ഉണ്ടാക്കുമായിരുന്നു. 50 നോയമ്പിന്റെ നോയമ്പിന്റെ പെസഹായിക്ക് പെസഹാഴ്ച വട്ടയപ്പം ഉണ്ടാക്കും. വട്ടയപ്പം ഉണ്ടാക്കും. എന്നാലും ഒരു പലഹാരമൊന്നും ഉണ്ടാക്കാൻ പലഹാരമൊന്നും വേണ്ടെന്നാ ചാച്ചൻ പറയുന്നത്. ഈസ്റ്ററിന്റെ അന്ന് അമ്മച്ചി സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നോ? ഇച്ചിരിനൊന്നും ഇല്ല. കപ്പ അന്ന് അപ്പം ഉണ്ടാക്കൂല? അന്നപ്പം ഒന്നും ഉണ്ടാക്കൂല. ഞങ്ങൾക്ക് വേണ്ടി വട്ടയപ്പം ഉണ്ടാക്കി തരാവോ? തരാം. എപ്പ തരും? എപ്പം വേണം? ഇന്ന് തരുമോ? ഇന്നോ? അതിനിപ്പോ ഞാനിപ്പോ ഒന്നും ഉണ്ടാക്കണ ചുമ്മാ ഇവിടെ ഇരിക്കന്നെ. പിള്ളേരോട് പറയണം, അവരോ ഉണ്ടാക്കി തരും. പണ്ട് എങ്ങനെയാണ് അമ്മച്ചി വട്ടയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അത് അരി എടുത്ത് വെള്ളത്തിലിടും, കുതിർത്ത് ഉരുളിലിട്ട് ഇടിച്ച് പൊടിച്ച് തെള്ളിയെടുത്ത് ഒന്ന് ചൂടാക്കും. പൊടിയെ നല്ലപോലെ ഉണക്കുകയില്ല, ഒന്ന് ചൂടാക്കിയിട്ടെടുത്ത് പിന്നെ തേങ്ങായും ജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ച് കുഴച്ച് വെക്കും. കള്ള് പൊടിച്ച്. ഇപ്പൊ കള്ള് കിട്ടില്ലല്ലോ, അപ്പൊ എങ്ങനെ ഉണ്ടാക്കും? ഇപ്പം കള്ള് കിട്ടുകയില്ല. അതുകൊണ്ട് ഇപ്പം ഈസ്റ്റർ ചേർത്ത് കുഴച്ച് വെക്കും. നേരം പൊളിച്ച് കിട്ടും. ഈസ്റ്റ് ചേർക്കുമ്പോ ഇല്ലേ കള്ള് ചേർക്കുന്നത് പോലെ അപ്പം പൊളിച്ച് കിട്ടുമോ? അതുപോലെ പൊളിച്ച് കിട്ടുകയില്ല, മാറ്റമുണ്ട്. കള്ള് ചേർക്കുകയാണ് നല്ല രുചി, നമുക്ക് കഴിക്കാനോ. രുചി കള്ള് ചേർക്കുമ്പോഴാണ് രുചി അപ്പത്തിന്. ഇപ്പൊ എങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? ഇപ്പൊ ഈസ്റ്റ് ചേർത്താണോ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്? ഈസ്റ്റ് ചേർത്ത എന്നാ പണിയും? കള്ള് ചേർത്ത് ഒരു പണിയും ഇല്ല. കള്ളപ്പം ചൂടുകയാണേലും വട്ടയപ്പം പുഴുകാണേലും ഒക്കെ ഈസ്റ്റർ ചേർത്ത പുഴുങ്ങിനത്. എന്നാ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയാലോ? അന്നാ ഉണ്ടാക്കി നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം തേങ്ങ ഇരണ്ടണം. അരി പൊടിച്ച് വെച്ചിട്ട് തേങ്ങ ഇരണ്ടണം. അതൊന്ന് ഒതുക്കി എടുക്കണം. നല്ലപോലെ അരിയണ്ട, എന്നാൽ ഒരുമാതിരി ഒതുക്കി എടുക്കണം. എന്നാ നമുക്ക് തേങ്ങ ചിരണ്ടി ഉണ്ടാക്കിയാലോ? അപ്പൊ തേങ്ങ ചിരണ്ടിക്കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടത്? അരച്ചെടുക്കാം. നന്നായിട്ട് അരക്കണം. ഇത് കുതിർത്ത് വെച്ച അരിയാണ് ഈ അരക്കണത്? അതപ്പോ എത്ര നേരം മുമ്പ് കുതിർത്ത് വെക്കും അരി? 4-5 മണിക്കൂർ മുമ്പ്. ഇതിലോട്ടിന് എന്തൊക്കെ ചേർക്കണം? ജീരകം, ഏലക്ക പൊടിച്ചതോ? ചതച്ചത്. ചോറ് സോഫ്റ്റ് ആകാൻ വേണ്ടി അല്ലേ? നേരത്തെ ചിരകി വെച്ച പീര. ഇത് മുഴുവനും ഇട്ടരച്ചെടുക്കുവോ? അപ്പൊ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലേ?
നമ്മൾ പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കും. ഞാൻ പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. നല്ലോണം അരഞ്ഞിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് എപ്പോഴാണ് ഈസ്റ്റ് ചേർക്കുന്നത്? അപ്പൊ നമ്മൾ ദേശീയലോട്ടിൽ ഉപ്പിടുകയാണ് അല്ലേ? ഇട്ടാൽ മതി, മധുരം ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഇളക്കി വെക്കാം. 4-5 മണിക്കൂർ അപ്പം നമ്മ ഇത് പുളിക്കാൻ വേണ്ടി മൂടി വെക്കണം. 4-5 മണിക്കൂർ വെക്കാം. അപ്പൊ ഇതെങ്ങനെ അറിയാൻ പറ്റും? ഇത് പാകമായെന്ന് എങ്ങനെ അറിയാൻ പറ്റും? പൊങ്ങി വരും ഈസ്റ്റ് ഇട്ടേക്കണോണ്ട്. ഇത് പൊടിച്ചിട്ടുണ്ടല്ലോ, മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് ഇനി നമ്മ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർക്കണേ കേട്ടോ. ഇനി ഇത് ആവിക്ക് വെക്കോ? ഇതിന് പുഴുങ്ങാൻ വെക്കാതെ. അപ്പൊ ഇതിന് ഒഴിച്ചിട്ട് നമുക്ക് വട്ടയപ്പം പുഴുങ്ങാൻ വെക്കാം. ഒഴിച്ചിട്ട് ഇത് ചൂടായപ്പോൾ ഇത് ചൂടായി നിങ്ങൾക്ക് വെക്കാം. ഇതിന് എത്ര സമയം എടുക്കും ഇത് വട്ടയപ്പം വേകാൻ വേണ്ടി? 10 മിനിറ്റ് കൊണ്ട്. 10 മിനിറ്റിനുള്ളിൽ. അപ്പൊ നമ്മുടെ വട്ടയപ്പം വെന്തിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. നല്ല ചൂട് വട്ടയപ്പം നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മച്ചിയുടെയും മേരിക്കുട്ടി ചേച്ചിയുടെയും സ്പെഷ്യൽ ഈസ്റ്റർ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ അമ്മച്ചിയുടെയും മേരിക്കുട്ടി ചേച്ചിയുടെയും സ്പെഷ്യൽ ഈസ്റ്റർ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റാണ്. ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഹാപ്പി ഈസ്റ്റർ.